നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു വർക്കാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സലിൽ എങ്ങനെയാണ് ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഡാഷ്ബോർഡ് എന്നൊക്കെ നമ്മളൊരു ഒറ്റ റിപ്പോർട്ടിൽ എല്ലാ ഡീറ്റെയിൽസും കൂടിയിട്ട് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പല പല കമ്പനികളുടെ ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനതിന് നിങ്ങൾക്കായിട്ട് വർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡാറ്റ കോപ്പി ചെയ്യാം. കാരണം വലിയ ഫയലിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന ഈ ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഡാറ്റ ഇവിടെ നിന്ന് പുതിയതായിട്ടുള്ളൊരു ഫയലിലേക്ക് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഡാറ്റേനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഒരു കുറച്ച് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ 2020 കൊല്ലങ്ങൾ തന്നെയാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ 2021, 19 അല്ലെങ്കിൽ 2017, 18 ഇങ്ങനെയുള്ള ഡാറ്റകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ എ, സ്റ്റോർ ബി, സ്റ്റോർ ഡി, ഇങ്ങനെ എത്ര വേണമെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. സെയിൽസിന് ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്. സെയിൽസ് എ, സെയിൽസ് ബി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ തരണേ? അതായത് എ ബി സിക്ക് പകരം ഞാൻ സെയിൽസ് എന്ന് കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പ്രൈസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹോമിലെ അക്കൗണ്ടിങ് എന്നുള്ള ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ആ സംഖ്യകൾ വരാനായിട്ട്, അതായത് എമൗണ്ടുകൾ വരാനായിട്ട്, ഡോളറാണോ RS ആണോ ഏതാണോ വരാനായിട്ട് നമ്മൾ അതിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സെയിൽ അറിയാലോ, ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഡാറ്റയിൽ നിന്നാണ് ഞാനൊരു ഡാഷ്ബോർഡ് ഉണ്ടാക്കുന്നത്. എല്ലാ ഡീറ്റെയിൽസും കൂടിയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഡാറ്റ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്, സ്റ്റോറ്, സെയിൽസ്, പ്രൊഡക്റ്റ്, ക്വാണ്ടിറ്റി, പ്രൈസ്, ടോട്ടൽ സെയിൽസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ രണ്ട് ഷീറ്റ് കൂടി ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കുന്നു. ഒന്ന് ഡാറ്റ എന്നുള്ള ഒരു ഷീറ്റും, രണ്ടാമത്തത് ഡാഷ്ബോർഡ് എന്നുള്ള ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഈ ഡാഷ്ബോർഡിലാണ് നമ്മളെല്ലാ ഫയലിനും ഡാഷ്ബോർഡിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണ്, ഈ ഡാഷ്ബോർഡിലാണ് ഡാറ്റ കംപ്ലീറ്റ് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. നമ്മൾ ഡാറ്റ എന്നുള്ള ഷീറ്റാണ്. രണ്ട് ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ആദ്യത്തെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അതായത് നമ്മുടെ ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. അതായത് ഈ ലിസ്റ്റിൽ നിന്നാണ് ഞാൻ ഈ ഡാറ്റേനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ചെയ്യണത് ഈ ലിസ്റ്റിനെ ഞാൻ മൊത്തം സെലക്ഷൻ ചെയ്തിട്ട് ഒരു പേര് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഒരു പേര് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ടേബിൾ എന്നുള്ള പേര് കൊടുത്തിട്ട് ഞാൻ എൻ്റർ അടിച്ചു. അതറിയാലോ, ഇതൊക്കെ കൂടി സെലക്ഷൻ ചെയ്തിട്ട് നെയിം ബോക്സിൽ ഒരു പേര് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അറിയാലോ തരണേ? ക്ലിയർ ആണല്ലോ? ഇതിന് അങ്ങനെ ഒരു പേര് കൊടുത്തു. നമ്മൾ ഡാറ്റയിലാണ് ഈ പിവറ്റ് ടേബിൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്യുന്നത്. ഡാറ്റയിലാണ്. ശ്രദ്ധിക്കുക, പിവറ്റ് ടേബിൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്യണത് ഡാറ്റയിലാണ്. പിവറ്റ് ടേബിളും ചാർട്ടും കൂടിയിട്ടാണ് നമ്മൾ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. അപ്പോൾ അതുപോലെ സ്ലൈസറും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇൻസേർട്ടിൽ പിവറ്റ് ടേബിൾ, ഇവിടെ നമ്മൾ ടേബിൾ സെലക്ഷൻ ചെയ്യണതിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ F3 അടിക്കാം. നമുക്കറിയാലോ, ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേര് കൊടുത്ത കാരണം ആ ഡാറ്റ ടേബിളിൻ്റെ പേര് കൊടുത്ത് ഞാൻ ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്ത് ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിവറ്റ് ടേബിൾ ആക്റ്റീവായി വന്നു. ഫസ്റ്റത്തെ പിവറ്റ് ടേബിൾ ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേൽ ഡേറ്റിനെ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യാണ്, ഡേറ്റിനെ റോ ലേബലിലേക്കും, ശ്രദ്ധിക്കട്ടെ, ഡേറ്റിനെ റോ ലേബലിലേക്കും, അതേപോലെ തന്നെ ടോട്ടൽ സെയിലിനെ ഞാൻ വാല്യൂ എന്നുള്ളതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. ക്ലിയർ ആണല്ലോ? ഡേറ്റിനെ റോ എന്നുള്ളതിലേക്കും സെയിൽസിനെ, അതായത് ടോട്ടൽ സെയിൽസിനെ ഞാൻ വാല്യൂ എന്നുള്ളതിലേക്കും ഞാൻ എടുത്തിട്ടപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ഡാറ്റ എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഒരു പിവറ്റ് ടേബിൾ സെറ്റായി. ഒപ്പം തന്നെ അതിനെ കണ്ടില്ലേ, മാർച്ച്, ഏപ്രിൽ, മെയ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ടാണ് ആ സൂത്രം വന്നിട്ടുള്ളത്. ഇതെന്തുകൊണ്ടാണ് ഗ്രൂപ്പ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുമ്പോൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്, കണ്ടല്ലോ? ഇതിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ അൺഗ്രൂപ്പ് കൊടുക്കുക. അപ്പോൾ അത് അൺഗ്രൂപ്പായിട്ട് വരും, ഓരോ ഡേറ്റ് ബേസ് ചെയ്തിട്ട് വരും.
ക്ലിയർ ആണല്ലോ. നേരത്തെ നമ്മൾ ഓരോ മാർച്ച് മാസം ഏപ്രിൽ മാസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഞാനത് അൺഗ്രൂപ്പ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു ടേബിളാക്കി ഇതിനവിടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആണല്ലോ. ഡബിൾ ക്ലിക്ക് ചെയ്താലും വരില്ല. ഡബിൾ ക്ലിക്ക് ചെയ്താലും അത് പ്ലസ് ക്ലിക്ക് ചെയ്യണ്ടേ, ആ പ്ലസ് എന്നിട്ടൊരു ചിഹ്നം കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് വരും കേട്ടോ. മറ്റേതൊന്ന് അൺഗ്രൂപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ പിവറ്റ് ടേബിൾ ഞാൻ വീണ്ടും സെറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കാം, ഇൻസേർട്ടിനുള്ളിൽ പോയിട്ട് വീണ്ടും ഞാൻ പിവറ്റ് ടേബിൾ സെറ്റ് ചെയ്തു. പിവറ്റ് ടേബിളിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ F3 അടിച്ചിട്ട് നമ്മുടെ ടേബിൾ ഞാൻ വീണ്ടും ഇൻസേർട്ട് ചെയ്തു. ഇത് രണ്ടാമത്തെ പിവറ്റ് ടേബിൾ ആട്ടോ. ഒന്നാമത്തെ ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ടേബിളിൽ ഞാൻ എന്ത് ചെയ്തു, പ്രൊഡക്റ്റിനെടുത്തിട്ട് റോ ലേബലിലേക്കും ടോട്ടൽ സെയിൽസിന് എടുത്തിട്ട് നേരെ വാല്യൂ എന്നുള്ളതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. ക്ലിയർ ആണല്ലോ. അപ്പോൾ പ്രൊഡക്റ്റും സം ഓഫ് സെയിൽസും ടോട്ടൽ സെയിൽസും വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? മൂന്നാമത് വീണ്ടും ഞാൻ ഇൻസേർട്ടിൻ്റെ ഉള്ളിൽ പിവറ്റ് ടേബിൾ സെറ്റ് ചെയ്യാണ്. F3 നമ്മുടെ ടേബിൾ ഓക്കെ പറയാം. അതിലേക്ക് ഞാൻ മൂന്നാമത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിനെടുത്തിട്ട് റോ ലേബലിലേക്കും അതേപോലെ തന്നെ ടോട്ടൽ സെയിൽസിനെ ഞാൻ വാല്യൂ എന്നുള്ളതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ തരുണേ? ക്ലിയർ ആണല്ലോ. അപ്പോൾ സ്റ്റോറിൻ്റെ അടിസ്ഥാനത്തിൽ സം ഓഫ് ടോട്ടൽ സെയിൽസ് അവിടെ പ്രിൻ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നാലാമത്തെ പിവറ്റ് ടേബിൾ സെറ്റ് ചെയ്യാണ്. ഇൻസേർട്ടിലെ പിവറ്റ് ടേബിൾ ഓർ റേഞ്ചിൻ്റെ അവിടെ F3 അടിച്ചിട്ട് നമ്മൾ നമ്മുടെ ടേബിൾ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ പറഞ്ഞു. ഇതിലേക്ക് ഞാൻ സ്റ്റോറിനെടുത്തിട്ട് റോയിലേക്കും, ശ്രദ്ധിക്കുക, സെയിൽസ് പേഴ്സൺ എടുത്തിട്ട് ഞാൻ വാല്യൂയിലേക്കും കോളത്തിലേക്കും ടോട്ടൽ സെയിൽസിനെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ് വാല്യൂ എന്നുള്ളതിലേക്ക് എടുത്തു. ഇതിൽ മാത്രം ഞാൻ 3 കോളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ തരുണേ? നമ്മുടെ പിവറ്റ് ടേബിളിൻ്റെ ഫീൽഡ് ലിസ്റ്റ് എടുത്ത് ഞാൻ ഒരു 4 പിവറ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 പിവറ്റ് ടേബിളും കൂടിയിട്ടാണ് നമ്മളൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആദ്യത്തേൽ നിന്നിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യത്തെ പിവറ്റ് ടേബിളിൽ നിന്നിട്ട് പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ പിവറ്റ് ചാർട്ട് എന്നൊരു ഭാഗം കാണും. കണ്ടല്ലോ? പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ പിവറ്റ് ചാർട്ട് എന്നൊരു ഓപ്ഷൻസ് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഏതാണോ ചാർട്ട് വേണ്ടത്. ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഈ ചാർട്ട് തന്നെ എടുത്തുട്ടാ. ഫസ്റ്റത്തെ ചാർട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് എടുത്തു. ഈ ചാർട്ട് എടുത്തിട്ട് ഞാൻ ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചാർട്ട് അവിടെ ക്രിയേഷനായി വന്നു. എന്തിൻ്റെ? ഈ കാണുന്ന ഫസ്റ്റത്തെ ഈ ഭാഗത്തിൻ്റെ ഫസ്റ്റത്തെ ചാർട്ടിൻ്റെ ഇതാണിത്. ശ്രദ്ധിക്കണം, ഫസ്റ്റത്തെ ഇതിൻ്റെ റോ ലേബലിൻ്റെ നമ്മൾ സം ഓഫ് ടോട്ടൽ സെയിൽസിൻ്റെ ചാർട്ടാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ചാർട്ടിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് സെറ്റിങ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതിനെ ഞാൻ ടോട്ടൽ സെയിൽസ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യാണ്. ടോട്ടൽ സെയിൽസ് ആണിത്, മനസ്സിലായല്ലോ? ടോട്ടൽ സെയിൽസ് എന്നുള്ള പേര് ഞാൻ ചാർട്ടിന് കൊടുത്തു. ചാർട്ടിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ, അതായത് ആ ചിത്രത്തിൻ്റെ മേലെ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് ഡാറ്റ സീരീസ് എന്നൊരു ഓപ്ഷൻസ് കാണാം. കണ്ടല്ലോ? അതായത് ഇത് കുറേ അകലം കൂടുതലാണ്. അപ്പോൾ എനിക്കതിൻ്റെ വിഡ്ത്ത് ഒന്ന് കുറയ്ക്കണം. ഗ്യാപ്പ് ഇവിടെ സൈഡിൽ നോക്കൂ നിങ്ങൾ. ഞാനിതൊരു 50% കുറച്ചു. ചാർട്ട് ഒരു 50% കുറച്ചു. എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? റൈറ്റ് ബട്ടൺ ഫോർമാറ്റ് ഡാറ്റ സീരീസ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫോർമാറ്റ് വരും. അപ്പോൾ അതിൽ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നോക്കി നോക്കൂ, അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ കുറച്ച് സെറ്റിങ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫില്ലുണ്ട്, ബോർഡർ ഉണ്ട്. ഇതിൻ്റെ ചുറ്റുള്ള ലൈനില്ലേ, ഔട്ട്ലൈന്, ഈ ഔട്ട്ലൈൻ വേണ്ട നമുക്ക്. നോ ഔട്ട്ലൈൻ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈന് വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോ ഔട്ട്ലൈൻ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയിപ്പോയി. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് ഈ ഡേറ്റിൻ്റെ ഫിൽറ്ററുകളൊന്നും വേണ്ട. ഈ അടിയിൽ കിടക്കണ ഈ ഭാഗങ്ങളൊന്നും വേണ്ട. അതിനായിട്ട് നമ്മൾ പിവറ്റ് ചാർട്ടിൽ അതിൻ്റെ ഫീൽഡ് ബട്ടണൊക്കെ ഓഫാക്കി. പിവറ്റ് ചാർട്ടിൽ ഫീൽഡ് ബട്ടൺ എന്നൊരു ഭാഗമുണ്ട്. ഈ ബട്ടണൊക്കെ ഓഫാക്കി. ക്ലിയർ ആണല്ലോ?
ഇവിടെ നമുക്ക് ഒരു ചാർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഫസ്റ്റത്തെ ഡേറ്റും സം ഓഫ് ടോട്ടൽ സെയിൽസും വെച്ചിട്ടുള്ള ചാർട്ടാണ്. ക്ലിയർ ആണല്ലോ? ഈ ടോട്ടലിനെ വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് വേണ്ടാന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രത്തോളം ചാർട്ട് നമുക്ക് അത്രത്തോളം വിസിബിൾ ആയിരിക്കും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്യാം. ഈ ചാർട്ടിനെ കട്ട് ചെയ്തു നമ്മുടെ ഡാഷ് ബോർഡിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ട് അതിനെ പേസ്റ്റ് ചെയ്തു. ശ്രദ്ധിക്കാം, ഞാൻ അതിനോട് കൊടുന്ന് പേസ്റ്റ് ചെയ്തു. അതായത് Ctrl+V അടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഡാഷ് ബോർഡ് ഫസ്റ്റത്തെ ഒരു ചാർട്ട് നമുക്കിവിടെ അപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്കിലത്തെ ഷീറ്റിലത്തെ കള്ളിയും കോളങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിക്കാം. ഈ ഷീറ്റിൽ ഡാഷ് ബോർഡിൽ നമുക്ക് കള്ളിയും കോളങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പേജ് ലേഔട്ടിൽ പോയിട്ട് അതിൻ്റെ ഗ്രിഡ് ലൈൻസ് ഓഫ് ആക്കുക. ക്ലിയർ ആണല്ലോ? പേജ് ലേഔട്ടിൽ ഗ്രിഡ് ലൈൻസ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രിഡ് കാണില്ല കേട്ടോ. ഇനി ഇതേപോലെ ഞാൻ ഇനി രണ്ടാമത്തെ ചാർട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇതുമ്പോൾ നിന്നു നേരെ പിവറ്റ് ടേബിൾ ടൂൾസിൽ ചാർട്ട് ക്ലിക്ക് ചെയ്തു. ഞാനിപ്പോൾ തൽക്കാലം അതിനൊരു പൈ ചാർട്ട് തിരഞ്ഞെടുത്തു. 3D മോഡൽ പൈ ചാർട്ട് തിരഞ്ഞെടുത്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ടേബിളാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഈ രണ്ടാമത്തെ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടുള്ള ടേബിളാണ് ഇവിടെ ഈ ചാർട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ പേര് എന്ത് കൊടുക്കുക? എന്താണിത്? സെയിൽസ് ബൈ പ്രൊഡക്റ്റ് ആണ് അല്ലേ? സെയിൽസ് ബൈ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? സെയിൽസ് ബൈ പ്രൊഡക്റ്റ്, PRODUCT എന്നിട്ട് സെയിൽസ് ബൈ പ്രൊഡക്റ്റ് കൊടുക്കും. ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ ഇതിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോർമാറ്റ് ടേബിൾ വെച്ചിട്ട് നമുക്കതിൻ്റെ പിന്നെ അതിൽ പിന്നെ അലൈൻമെൻറ്റുകളും കാര്യങ്ങളും മാറ്റേണ്ടെന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആഡ് ഡാറ്റ ലേബിൾ എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. കണ്ടോ? ക്ലിയർ ആണല്ലോ? നമ്മുടെ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് അതിലേക്ക് പ്രിൻറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഏതാ ചെയ്തതെന്ന് മനസ്സിലായ? ആഡ് ഡാറ്റ ടേബിൾ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതൊക്കെയാണോ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് കാറ്റഗറി നെയിം വേണം. ഓക്കെ, വാല്യൂ വേണ്ട, പേഴ്സൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സൻറ്റേജ് സെറ്റ് ചെയ്യിക്കുക. കണ്ടോ? ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? റൈറ്റ് ബട്ടൻ്റെ മുകളിൽ ഇവിടെ നിന്ന് ഫോർമാറ്റ് ഡാറ്റ സീരീസ്, അതേപോലെ തന്നെ ഫോർമാറ്റ് ഡാറ്റ ലേബിൾ എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ഭാഗം വരിക. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കംപ്ലീറ്റ് എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീരീസിൻ്റെ നെയിമാ, വാല്യൂവിൻ്റെ സെയിലിൻ്റെ നെയിമാ ഒക്കെ നമ്മൾ ഇതേപോലെ കൊടുത്തു. അപ്പോൾ ഇവിടെ കിടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്തു. ശ്രദ്ധിക്കാം, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ നിന്ന് ഞാൻ ആ ബട്ടൺ ഒഴിവാക്കി ഈ ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അയ്യോ, ഡിലീറ്റ് ചെയ്തതിൽ രണ്ട് ഭാഗം കൂടി പോയി. നമുക്ക് ആ ചാർട്ട് മാത്രമാണ് ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ശ്രദ്ധിക്കാം. പിന്നെ ഇതിൻ്റെ ഔട്ട്ലൈന് നോ ലൈന് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇതിനെടുത്തിട്ട് നമ്മൾ Ctrl+X കൊടുത്തിട്ട് നേരെ നമ്മൾ രണ്ടാമത്തെ ഡാഷ്ബോർഡിലേക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇതുവരെ ക്ലിയർ ആയില്ലേ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ മൂന്നാമത്തെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ നമ്മൾ പിവറ്റ് ടേബിൾ ചെയ്തിട്ടുണ്ട്, ഇതല്ലേ? അതിൻ്റെ മുകളിൽ പോവുക. നേരെ എന്ത് ചെയ്യുക? പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ ഒക്കെ ഒരേ സ്റ്റെപ്പ് തന്നെയാട്ടോ ചെയ്യണത്. എല്ലാവരും ശ്രദ്ധിക്കുക. പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? പിവറ്റ് ചാർട്ട് ക്ലിക്ക് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ഈ മോഡലൊരു ചാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെരിച്ചിട്ട് കൊടുക്കാം. ചെരിച്ചിട്ടുള്ളൊരു ചാർട്ട് എടുക്കും. ഇങ്ങനെ ചെരിച്ചിട്ടുള്ളൊരു ചാർട്ട് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഓക്കെ എന്നുള്ള കമാൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ചാർട്ടിലൂടെ പ്രോപ്പർട്ടീസ് ആക്റ്റീവായി. നമ്മൾ ആ മുന്നത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ അതിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ഡാറ്റ സീരീസ്, അതിൻ്റെ ഗ്യാപ്പ് ഞാൻ നേരത്തെ പോലെ തന്നെ ഇപ്പോൾ ഒരു 50 കൊടുത്തു. കുറച്ച് തിക്നെസ് കൂടുതൽ വന്നു. അതേപോലെ തന്നെ അതിൻ്റെ മേലെ നമ്മൾ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഓറഞ്ച് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഈ കളർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു.
നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഇതിൻ്റെ പേര്, ഇത് നമ്മുടെ എന്താണ്, സെയിൽസ് ആണ് അല്ലേ. സെയിൽസ് ബൈ എന്താണ്, സ്റ്റോറല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സെയിൽസ് ബൈ എന്ത് ചെയ്യുകയാണ്, സ്റ്റോർ, STOR, സ്റ്റോർ. ഹെഡിങ് കൊടുത്തു. നേരത്തെ ചെയ്തിരുന്ന അതേ സെയിം കൺസെപ്റ്റിൽ തന്നെ നമ്മുടെ ഇവിടെ വന്നു, പിവറ്റ് ടേബിളിൻ്റെ ചാർട്ടിൽ വന്നിട്ട് ഫീൽഡ് ബട്ടണൊക്കെ ഓഫാക്കി. ഫീൽഡ് ബട്ടണൊക്കെ നമുക്ക് പ്രിവ്യൂ ആൻസർ വരുത്തുട്ടാ, നമുക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടോട്ടൽ എന്നുള്ള സെല്ല് ഞാനിവിടെ ഡിലീറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇത്രയും ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ഔട്ട്ലൈന്, ഇതിൻ്റെ ബോർഡർ നോ ബോർഡർ കൊടുത്തു. ഓക്കെ, ഇതിന് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് Ctrl+X കട്ട് ചെയ്തു, നമ്മുടെ ഡാഷ്ബോർഡിലേക്ക്, മൂന്നാമതായിട്ടുള്ള ഡാഷ്ബോർഡിലേക്ക് ഇവിടെ പ്രിവ്യൂ വെച്ചു. ശ്രദ്ധിക്കാം. ക്ലിയർ ആണല്ലോ തരുണേ? ക്ലിയർ ആണല്ലോ. അപ്പോൾ മൂന്നാമത്തെ ചാർട്ട് ഞാൻ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയൊക്കെ ചെയ്യാം, നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇനി ഒരു ചാർട്ട് കൂടി ഉണ്ട് അല്ലേ, ഒരു പിവറ്റ് ടേബിൾ കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4ാമത്തെ പിവറ്റ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമ്പോൾ വെച്ചു. നേരെ പിവറ്റ് ടേബിളിൻ്റെ ടൂൾസിൽ ചാർട്ട്, അതിൽ ഞാനിപ്പോൾ ഈ മോഡൽ ചാർട്ട് എടുത്തു. പല കളറുകളായിട്ടുള്ള വേരിയേഷൻസ് ഉള്ള ഒരു ചാർട്ട് എടുത്തു. ഏത് ചാർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതെടുത്തിട്ട് ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കാം. ഇത് സെറ്റിങ്സ് കഴിയണ വരെ ഞങ്ങൾ മാറ്റി ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൽ വന്നു, നമ്മുടെ ഫീൽഡ് ബട്ടൺ ഓഫാക്കി. ചാർട്ടുകൾ തമ്മിലുള്ള അകലം അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ, ഫോർമാറ്റ് ഡാറ്റ സീരീസിൽ ഗ്യാപ്പ് ഞാനിപ്പോൾ ഒരു 50 കൊടുത്തു. കുറച്ച് തിക്നെസ് ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ കാണുന്ന ഈ മാറ്റർ എനിക്ക് വേണ്ട, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. എനിക്കിതിനൊരു ഹെഡിങ് കൊടുക്കണം, ഈ ചാർട്ടിനൊരു ഹെഡിങ് കൊടുക്കണം. ആ ഹെഡിങ് കൊടുക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ ഡിസൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഡിസൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചാർട്ട് എലമെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ചാർട്ട് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. കണ്ട, ഇല്ലാത്ത ചാർട്ടിന് നമുക്ക് ചാർട്ടിന് ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ചാർട്ട് എലമെന്റ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ ചാർട്ട് ടൈറ്റിലിൽ ഞാൻ എന്ത് ചെയ്തു, എബവ് ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചാർട്ടിന് പേര് കൊടുത്തു. കണ്ടോ, അപ്പോൾ ആ ചാർട്ടിന് അവിടെ ഒരു പേര് നമുക്ക് കൊടുക്കാൻ പറ്റി. ഇത്ര നേരം അതിന് ചാർട്ടിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, പേര് കൊടുക്കുന്നത് സെയിൽസ് ആണ്. എന്താണ്, സെയിൽസ് ബൈ എന്താ, റെപ്പ് അല്ലേ. ആരൊക്കെയാണ് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണല്ലോ ഇതിൽ ചെയ്തിട്ടുള്ളത്. സെയിൽസ് ബൈ റെപ്പ്, അതുപോലെ തന്നെ സ്റ്റോറും ഉണ്ട്, രണ്ടും ഉണ്ട് അല്ലേ. ഞാനിവിടെ സ്റ്റോർ എന്നുള്ളൊരു പേര് കൊടുത്തു. നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ നോ ഔട്ട്ലൈൻ കൊടുത്തു. ക്ലിയർ ആണല്ലോ. ഇതുമേ നിന്നിട്ട് ഞാനിതിനെ കട്ട് ചെയ്തു. Ctrl+X നമ്മുടെ ഡാഷ്ബോർഡിലേക്ക്, 4ാമത്തെ ഡാഷ്ബോർഡിലേക്ക് നമുക്കിതിൻ്റെ പ്രിവ്യൂ ഡാൻസ്. അപ്പം 4 പിവറ്റ് ടേബിളും 4 ചാർട്ടുകളും ഞാനൊരു ഡീറ്റെയിൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എക്സാമിന് വരുമൊന്നുമില്ല കേട്ടോ, ടെൻഷൻ ആവണ്ട. പക്ഷെ അത് പഠിച്ചിരുന്നാൽ അത്ര നല്ലതാണ്. കാരണം കുറച്ച് വലിയ വർക്കാണ് എക്സലിലെ ഡാഷ്ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുക. ഒരൊറ്റ ഇതിൽ തന്നെ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യാം, കാണിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിലൂടെ എല്ലാ ആൻസറും ഒരേ സമയം പ്രിൻ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും കൊടുത്ത് നമ്മളിതിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോണത്, ഇനി സ്ലൈസർ സെറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിക്കാം, സ്ലൈസർ സെറ്റ് ചെയ്യാൻ പോവാണ്. സ്ലൈസർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ പിവറ്റ് ടേബിളിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ലൈസർ അല്ലേ. ഇതുമ്പോൾ ക്ലിക്ക് ചെയ്തു. ഞാൻ പിവറ്റ് ടേബിളിൻ്റെ ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ സ്ലൈസർ കാണാമല്ലോ. ഈ സ്ലൈസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നോക്കൂ, നമുക്ക് എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ സ്റ്റോർ പറഞ്ഞു, സെയിൽസിൻ്റെ പേഴ്സൺ പറഞ്ഞു, പ്രൊഡക്റ്റ് പറഞ്ഞു. 3 ഓപ്ഷൻസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 3 സ്ലൈസർ ആക്റ്റീവായി. ഞാനിവിടെ കൊടുന്ന് വെച്ചു. ശ്രദ്ധിക്കാം, ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഇപ്പം എനിക്കിതിനെ ഓർഡർ ആക്കണം. ഞാൻ നേരത്തെ മുന്നേ നമ്മളതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ സ്ലൈസറിൻ്റെ ഓപ്ഷൻസിൻ്റെ ഉള്ളിൽ അതിൻ്റെ കോളം എത്ര കോളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 3 കോളാക്കി മാറ്റണത്, അല്ലെങ്കിൽ ഇവിടെ ഒരു 4 കോളാക്കി മാറ്റണം. എന്നിട്ട് ഇതിനെ ഹൈറ്റും വിട്ടും ഇങ്ങോട്ട് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. നമ്മുടെ ആ വർക്കൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഈ സ്ലൈസർ ഇവിടെ സെറ്റ് ചെയ്ത് റെഡി ആയില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്ത സെയിൽസ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് പേഴ്സൺ ഇതേപോലെ കൊടുന്ന് വെച്ചു. അങ്ങനെ കൊടുത്തു. അതിൽ ഞാൻ എന്ത് ചെയ്തു, കോളത്തിൻ്റെ വിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 4 എണ്ണം കൊടുത്തു. 4 എണ്ണോ 5 എണ്ണോ കൊടുക്കാം, 3 എണ്ണം കൊടുക്കാം. ഇങ്ങനെ എടുത്തോട്ടെ. ഇതും അതെ, ശ്രദ്ധിക്കാം. കുറച്ച് വലിയ വർക്കാണ് ഇത് കേട്ടോ. അനന്തു ടെൻഷൻ ആവണ്ട. കുഴപ്പമില്ല. ഞാൻ റെക്കോർഡിങ് അയക്കാം കേട്ടാ. ഇവിടെ നിന്നിട്ട് ഞാൻ പ്രൊഡക്റ്റിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, പ്രൊഡക്റ്റ് നമുക്കൊരു 2 കോളം മതി. കാരണം അതിലാകെ കുറച്ചുള്ള കാരണം നമുക്ക് 2 കോളം മതി കേട്ടാ. ഓക്കെ. ഇപ്പോൾ ഇത്രയും വർക്ക് ഞാനിതിനെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിതിൻ്റെ ഡേറ്റ് ബേസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ പിവറ്റ് ടേബിളിൽ ശ്രദ്ധിക്കുക, അതിൽ ഡേറ്റിനെടുത്തിട്ടേ നിങ്ങൾ ഫിൽട്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സംഭവം മനസ്സിലായ? ഡേറ്റിനെടുത്തിട്ട് ഫിൽട്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് കേട്ടാ. നമുക്കിതിനെ ഫിൽട്ടർ ചെയ്യിക്കാം. അതേപോലെ തന്നെ എല്ലാറ്റിൽ നിന്നും ഡേറ്റിന് എടുത്തിട്ട് നമുക്കൊന്ന് ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടാം. ഇതിൻ്റെ ഡേറ്റിനെ ഫിൽട്ടർ ചെയ്തിട്ടു, ഇതിൻ്റെ ഡേറ്റിന് ഞാൻ ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു, ഇതിൻ്റെ ഡേറ്റിന് ഞാൻ പിവറ്റ് ടേബിളിൻ്റെ ഉള്ളിലുള്ള ഫിൽറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. ഓക്കെ. നമുക്കിവിടെ സ്ലൈസറിൽ ശ്രദ്ധിക്കാം, സ്ലൈസറിൽ ആ ഡേറ്റും കൂടി എടുക്കാം. ഡേറ്റിന് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡേറ്റിൽ നിന്നുള്ള സ്ലൈസറിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കൂ, ഇനി ഞാനിവിടെ ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ, ചാർട്ട് പ്രിൻ്റ് ചെയ്യാനുണ്ടോ? നിങ്ങൾ കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് ഓരോ ഇതിൻ്റെ മുകളിലും ക്ലിക്ക് ചെയ്തതിനനുസരിച്ച് ചാർട്ട് പ്രിൻ്റ് ചെയ്യാനുണ്ടോ? മനസ്സിലായ? തരുണേ, ഇതിമ്മ ക്ലിക്ക് ചെയ്യുക, ഉണ്ടോ? ജസ്റ്റ് സ്ലൈസർ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൻസർ പ്രിൻ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഇതിൽ ചെയ്യാം. ഈ സ്ലൈസർ വെച്ചിട്ട് ഒരു കാര്യം കൂടി ചെയ്യാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താലേ സ്ലൈസറിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ശ്രദ്ധിക്കാം, അതിൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, കണ്ടോ? റിപ്പോർട്ട് കണക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാറ്റിനെയും കൂടി ലിങ്ക് ചെയ്തിടാം. നമുക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം, റിപ്പോർട്ട് കണക്ഷൻസ് പ്രസ് ചെയ്തിട്ട് എല്ലാ കണക്ഷനും കൂടി ലിങ്ക് ഇടുക. ഇത് കണ്ട 3 എണ്ണം ഡേറ്റിനും കൊടുത്തിട്ടാണ്, ഇങ്ങനെ കൊടുത്തു.
ഇനി നിങ്ങൾ ഒരെണ്ണം ചെയ്താൽ മതി. ഒറ്റ ഡാറ്റ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, എല്ലാതും ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്യാനുണ്ടാവും. ഒരേ സമയം ഒരു ചാർട്ടിലൂടെ എല്ലാ ഡീറ്റെയിൽസും ഒരേ സമയം പ്രിൻ്റ് ചെയ്യാനുണ്ടോ നിങ്ങൾ? മറ്റേത് ഏതെങ്കിലും ഒരു പിവറ്റ് ടേബിളിൻ്റെ ഒരു ചാർട്ട് മാത്രമല്ലേ സെറ്റ് ചെയ്ത് തരുന്നുള്ളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ കംപ്ലീറ്റ് പ്രിൻ്റ് ചെയ്യാനുണ്ടോ? ഇങ്ങനെയാണ് ഡാഷ് ബോർഡുകൾ സെറ്റ് ചെയ്യുക. മനസ്സിലായ? അപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ അമർത്തി പിടിച്ച് അടുത്തേമ ക്ലിക്ക് ചെയ്യുക, കണ്ടല്ലോ, അടുത്തേമ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് കണ്ടില്ലേ എല്ലാ ചാർട്ടിലെ ഡാറ്റകളും ഫിൽട്ടർ ചെയ്ത് കണ്ട. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മളൊരു ഡാഷ് ബോർഡുകൾ സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ ചെറിയൊരു എക്സാമ്പിളായിട്ട് ഞാൻ നമ്മുടെ ഒരു ചെറിയൊരു ഇത് എടുത്തു എന്ന് മാത്രം. നിങ്ങൾ നിങ്ങളുടെ കമ്പനിക്ക് അനുസരിച്ചിട്ടുള്ള വർക്കുകൾ ചെയ്ത് ഡാഷ് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. മനസ്സിലായല്ലോ? കുറച്ച് കൺഫ്യൂഷനാണ്, പക്ഷെ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ ആ കോളം സെറ്റ് ചെയ്യണതും അതേപോലെ തന്നെ ആ കാണുന്ന ഡാറ്റ സെറ്റ് ചെയ്യണതും പിവറ്റ് ടേബിളിൻ്റെ ഡാറ്റ സെറ്റ് ചെയ്യണതും അതേപോലെ തന്നെ ആ ഡാഷ് ബോർഡുകൾ സെറ്റ് ചെയ്ത് ചാർട്ടുകൾ ഇൻസേർട്ട് ചെയ്യണതും ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ പഴയ പോലെ ആയിട്ട് മാറും കേട്ടോ. നമ്മുടെ ഡാറ്റകൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ എന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ചാർട്ടൊക്കെ പഴയ പോലെ ആയിട്ട് പ്രിന്റ് ചെയ്ത് കേട്ടോ. സംഭവം മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പിവറ്റ് ടേബിളുകളെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല ഒരു അടിപൊളി സംഭവമാണിത്. പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന കമ്പനികളുടെ നമ്മുടെ ഡാഷ് ബോർഡുകൾ, ഇപ്പോൾ ഒരു കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ ഒരേ സമയം പ്രിൻറ്റ് ചെയ്യും. ഇവിടെ നോക്കി നോക്കൂ, ടോട്ടൽ സെയിൽസിനെ പ്രിൻറ്റ് ചെയ്തു, അതേപോലെ തന്നെ സെയിൽസ് ബൈ സ്റ്റോണിനെ പ്രിൻറ്റ് ചെയ്തു, സെയിൽസ് റെപ്രസിനെ പ്രിൻറ്റ് ചെയ്തു, കണ്ടോ, പ്രൊഡക്റ്റിനെ പ്രിൻറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡാഷ് ബോർഡുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? അനന്തുവിന് കുറച്ച് കൺഫ്യൂഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. അനന്തു ടെൻഷൻ ആവണ്ട, ഇത് നമ്മളൊരു വലിയൊരു വർക്കാണ് എക്സലിലെ. അനന്ത് പോയാ കട്ടായ, നെറ്റ് കട്ടായി അല്ലേ? തരുണും ഞാനും മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അന്ന എന്തോ മറ്റേ കുട്ടിക്ക് എക്സാമാ, ആൽബിക്ക് എക്സാമാണ്, അതുകൊണ്ടാണ് അന്ന ജോലി കഴിഞ്ഞെത്താൻ കുറച്ച് വൈകുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഭാഗം മനസ്സിലായ? തരുണിന് മനസ്സിലായ? ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ആ സെക്ഷൻസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ചെയ്യുന്ന ആ വർക്കിന്റെ സെക്ഷൻസുകൾ ഉണ്ടല്ലോ, ആ സെക്ഷൻസുകൾ ചെയ്യുമ്പോൾ ഒന്ന് ആ ചാർട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ അനന്തുവിന് ചെറിയൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അവനെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അവൻ സിസ്റ്റം കൂടി ഇല്ലാതെ വർക്ക് ചെയ്യണത്. കുഴപ്പമില്ല, എന്തായാലും അയച്ചു കൊടുക്കാം, വർക്ക് അയച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് പക്ഷെ അവനെ എന്നുള്ള രീതിയിൽ എടുക്കാനും പറ്റില്ല ക്ലാസ്, നമുക്ക് നമ്മുടെ സിലബസ് വഴിയല്ലേ എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇത് മനസ്സിലായല്ലോ? ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണം മനസ്സിലായല്ലോ? ഞാൻ ഈ റെക്കോർഡൊന്ന് അയക്കാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കമ്പനിക്ക് അനുസരിച്ചിട്ടുള്ള ഡാഷ്ബോർഡുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുക. ചാർട്ടുകളായാലും ഇപ്പോൾ നമ്മുടെ ഓരോ കമ്പനിക്കും ഓരോരോ വർക്കുകൾ വേണ്ടി വരുമല്ലോ. സംഭവം മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ സെയിൽസ് എന്തിലാ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ എന്തോ വർക്ക് പറഞ്ഞ് തരുണേ? ഞാൻ IBS സോഫ്റ്റ്വെയർ പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ക്രിട്ടിക്കൽ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അതെ അല്ലേ? അപ്പോൾ ഏത് സോഫ്റ്റ്വെയറിൽ അവിടെ വർക്ക് ചെയ്യുന്നത്? പ്രോഗ്രാമിംഗിൽ തന്നെയാണോ? അല്ല, ഞാനവിടെ HR ആണ്. HR ഇപ്പോൾ ട്രെയിനിങ്ങിലാണ്. ശരി. ഓക്കെ. എത്ര കുറെ ആൾക്കാരുണ്ടോ കമ്പനിയിൽ? കമ്പനി നമുക്ക് 30,000 എബോവ് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോ. ഇന്ത്യ മാത്രല്ല, നമുക്ക് ജപ്പാൻ, സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയാണ്. സിംഗപ്പൂറാണ് ഹെഡ് ഓഫീസ്. ജപ്പാൻ, US, UK എല്ലാം. ഓക്കെ. അപ്പൊ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ അവര് നമുക്ക് ജോലിയാക്കി തരും. അതെ ആക്കി തരും. ഓക്കെ. എത്രയായി അപ്പൊ കേറിയിട്ട്, ട്രെയിനിങ്ങിന് കേറിയിട്ട് എത്രയായി? 2 മാസമായിട്ടോ? 2 മാസമായിട്ടുള്ളൂ അല്ലേ? അതെ. ഞാൻ ഇപ്പൊ MBA കഴിഞ്ഞു. അത് ശരി. MBA കഴിഞ്ഞപ്പോൾ കയറിയതല്ലേ? ഓക്കെ. ഇത് മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തരുണെ ചോദിക്കാം. നമ്മൾ ഒരുവിധം എല്ലാ ടോപ്പിക്കും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അനന്തു നെറ്റ് കട്ടാവുന്നുണ്ടോ? അനന്തു നെറ്റ് കട്ടായല്ലേ? കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ വീഡിയോ അയക്കാം നിനക്ക്. ഓക്കെ.
അപ്പോൾ അനന്തു ഇപ്പോൾ ഈ നമ്മൾ വലിയ പറഞ്ഞ പ്രോബ്ലം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായ വിഷമിക്കുന്നു വേണ്ട കേട്ടോ. അത് കുറച്ച് അനന്തുവിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? പ്ലസ് ടു പഠിക്കുകയാണല്ലേ. ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ നിനക്കിപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലേ അത് ടെൻഷൻ ആവുമെന്ന് വേണ്ടാന്ന് പറയാം. കാരണം കുറച്ച് വലിയ വർക്കാണ് അനന്തു. അത് നമ്മൾ ക്ലാസ്സിൻ്റെ അവസാനത്തേക്ക് വെച്ചത് അതുകൊണ്ടാണ്. അത് കുറച്ച് അതിനായിട്ട് എക്സലിനായിട്ടൊരു വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അനന്തുവിന് ചിലപ്പോൾ അത് മനസ്സിലാവാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. കുഴപ്പമില്ല, വീഡിയോ കണ്ടിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എക്സലിലെ അത് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സലിലെ കുറച്ച് വലിയ വർക്കാണ്. അതുപോലെ തന്നെ അനന്തു സിസ്റ്റം ഉപയോഗിക്കാതെയാണല്ലോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലാസ്. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാവും. കുറച്ചൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അനന്തുവിന് കമ്പ്യൂട്ടർ റെഡി ചെയ്യാം. കമ്പ്യൂട്ടർ ശരിയായി അനന്തു? ഹലോ. കമ്പ്യൂട്ടർ ശരിയായി? ഹലോ അനന്തു, കിട്ടിയാ? എനിക്ക് ക്ലിയർ ആവണില്ല. കമ്പ്യൂട്ടർ കിട്ടിയാ അനന്തു? ചെയ്ത് നോക്കണ്ട നീ? ഹലോ. ചെയ്ത് നോക്കുന്നുണ്ടാ? ഓക്കെ നീ പറയണത് എനിക്ക് ക്ലിയർ ആവണില്ല. കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കണം കേട്ടോ. നീ കമ്പ്യൂട്ടർ ഇല്ലാതെ ആദ്യമൊക്കെ കമ്പ്യൂട്ടർ ഇല്ലാതെ അല്ലേ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ടെൻഷൻ ആവണ്ട, ചെയ്ത് നോക്കുക കേട്ടാ. ഓക്കെ തരുണേ, വേറെ ഒരുവിധമൊക്കെ ക്ലിയർ ആണല്ലോ തരുണേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തരുൺ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. അനന്തുവിനും അതെ കേട്ടോ. അനന്തു അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ എക്സാമിൻ്റെ ഒരു ഡേറ്റ് ഞാൻ പറയാം. എക്സാം അത്ര വലിയ ടഫായിട്ടുള്ള എക്സാം ഒന്നല്ല, നിങ്ങളാരും പേടിക്കണ്ട. അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ജസ്റ്റ് ടിക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയക്കാം. കാരണം വെച്ചാൽ മുന്നേ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരുടെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഗ്രൂപ്പിൽ ചെയ്യില്ല, കാരണം വെച്ചാൽ അത് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ആവുക. അപ്പോൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് വരിക. അങ്ങനത്തെ ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി നിങ്ങൾ കേട്ടോ. അത് വേറൊരു നമ്മുടെ മുന്നത്തെ ബാച്ചിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റേ, അവൻ എക്സാം എഴുതുന്ന സമയത്ത് അത് ഞാൻ അവനോട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് അറിയിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതാണ് കേട്ടോ. അപ്പം അത് ഭാവിയിൽ നിങ്ങൾക്കും അത് ഉപകാരമാവും, എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് എന്നുള്ളതൊക്കെ. ക്ലിയർ ആണല്ലോ? അതെ സാർ. ഓക്കെ. അപ്പോൾ ഒരു മിനിറ്റ്, ഞാനൊന്ന് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ.